ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതൊക്കെ സ്മോൾ ലെറ്റേഴ്സാ പഠിച്ചേ? നോക്കിയേ, ഏതൊക്കെ സ്മോൾ ലെറ്റേഴ്സ് പഠിച്ചു? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ. ഏതൊക്കെ പഠിച്ചു? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ. ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ പഠിച്ചേ? ഐ. ഓക്കെ, കൂട്ടുകാരൊക്കെ എഴുതാൻ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സ്മോൾ ലെറ്റർ ജെ. ലെറ്റർ ജെ ഒന്ന് പറഞ്ഞാട്ടെ. സ്മോൾ ലെറ്റർ ജെ. ജെ എങ്ങനെ എഴുതുന്നേ? നമുക്ക് നോക്കാം. ആദ്യം കുത്തിട്ട് കൊടുത്തേ, അതിന്റെ മുകളിലൂടെ എഴുതാം. ശ്രദ്ധിച്ചു നോക്കിയേ. സ്മോൾ ലെറ്റർ ജെ എഴുതുന്നേ ശ്രദ്ധിച്ചു നോക്കണം. ശ്രദ്ധിച്ചു നോക്കേ. കുത്തിന്റെ മുകളിൽ എഴുതുന്നേ എന്തോ ചെയ്യണം? ആദ്യം ദാ മുകളിൽ നിന്ന് താഴത്തോട്ട് നേരെ നമ്മൾ ഐ എഴുതിയില്ലേ നേരത്തെ? എങ്ങനെ എഴുതി? മുകളിൽ നിന്ന് താഴത്തോട്ട് ലൈൻ, സ്റ്റാൻഡിങ് ലൈൻ. അതുപോലെ ചെയ്യാം. മുകളിൽ നിന്ന് താഴത്തോട്ട് ലൈന് വരക്കാം. എന്നിട്ട് ലൈന് വരച്ച് ഇവിടെ താഴെ എത്തുമ്പോ എന്തോ ചെയ്യണം? നമ്മള് കൊടയുടെ പിടി കാണലില്ലേ താഴെ ഭാഗത്ത്? അതുപോലെ വളച്ച് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യണം? മറക്കാതെ നമ്മൾ ഐക്ക് എന്ത് ചെയ്തു? മുകളില് ഒരു കുത്ത് വെച്ച് കൊടുത്തു അല്ലെ? അതുപോലെ എന്തോ ചെയ്യണം? ജെയിനും മുകളിൽ ഒരു കുത്ത് വെച്ച് കൊടുക്കണം. സ്മോൾ ലെറ്റർ ജെ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. മുകളിൽ നിന്ന് താഴത്തോട്ട് എഴുതുക ലൈൻ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഐ എഴുതിയ പോലെ തന്നെ ആ ലൈൻ എന്തോ ചെയ്യണം? കൊടേന്റെ താഴെ ഭാഗമില്ല ഇങ്ങനെ ഒരു പിടി ഇവിടെ വരുന്നേ, അതുപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് വളച്ചെഴുതുക. എന്നിട്ട് എന്തോ ചെയ്യണം? മറക്കാതെ ജേക്ക് എന്ത് വേണം? മുകളില് ഒരു പൊട്ട് കുത്തു വേണം. സ്മോൾ ലെറ്റർ ജെ. ഒന്നും കൂടി ശ്രദ്ധിച്ചേ. മുകളിൽ നിന്ന് താഴത്തോട്ട് നമ്മൾ ഐ എഴുതിയതുപോലെ വരക്കുക, സ്റ്റാൻഡിങ് ലൈൻ. എന്നിട്ട് ആ ലൈനിനെ നമ്മളിതാ ഇവിടുന്ന് വളച്ച് കൊണ്ടുവരണം. ഓർത്ത കൊടയുടെ താഴത്തെ ആ പിടി പോലെ വളഞ്ഞ്. എന്നിട്ടും എന്ത് ചെയ്യണം? മുകളില് ജെക്ക് ഒരു കുത്തു കൊടുക്കുക അല്ലേ? സ്മോൾ ലെറ്റർ ജെ. എന്തോ ചെയ്തു? ഇങ്ങനെ എഴുതി ഇവിടുന്ന് വളഞ്ഞ് മുകളിൽ ഒരു കുത്ത്. ഇതാ ഇങ്ങനെ വന്ന് ഇവിടുന്ന് വളച്ച് മുകളിൽ ഒരു കുത്ത്. സ്മോൾ ലെറ്റർ ജെ. എളുപ്പമല്ലേ? നമ്മള് ഐ എഴുതിയത് എങ്ങനെയാ? മുകളിൽ നിന്ന് താഴത്തോട്ട് ലൈന് വരച്ചു അല്ലേ? മുകളിൽ നിന്ന് താഴത്തോട്ട് ഒരു വര, സ്റ്റാൻഡിങ് ലൈൻ. അതിൽ നമ്മൾ എന്തോ ചെയ്യണം? ജെ എഴുതാൻ ഇവിടുന്ന് വളച്ച് ഇങ്ങനെ കൊണ്ടുവരണം. എന്തോ ചെയ്യണം? ഇവിടുന്ന് വളച്ച്. എന്നിട്ട് എന്തോ ചെയ്യണം? മറക്കാതെ ജേക്ക് എന്ത് വേണം? ഐ എഴുതിയ പോലെ തന്നെ സ്മോൾ മുകളിൽ ഒരു കുത്തു കൊടുക്കണം. ലെറ്റർ ജെ. നോക്കിയ കൈവിടാതെ ഇങ്ങനെ എഴുതുക. ഇവിടെ എത്തുമ്പോ വളഞ്ഞു കൊണ്ടുവരാ, മുകളിൽ ഒരു കുത്ത്. എഴുതി നോക്കിയ ബുക്ക് എടുത്തിട്ട് ആദ്യം ഒരു ലൈന് വരക്കുക, സ്റ്റാൻഡിങ് ലൈൻ. മുകളിൽ നിന്ന് താഴത്തോട്ട്. ഓക്കെ. എന്നിട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ വളച്ച് ഇവിടുന്ന് വളഞ്ഞെഴുതുക. പിന്നീട് എന്തോ വേണം? മറന്നു പോകാൻ പാടില്ല. മുകളില് കുത്ത് ഇട്ട് കൊടുക്കണം. ജെ. എഴുതി നോക്കിയ പറഞ്ഞോണ്ട്. സ്മോൾ ലെറ്റർ ജെ. പറ്റുന്നുണ്ടോ? ഐ എഴുതിയ എളുപ്പ പഠിക്കാൻ. താഴെ എത്തുമ്പോ നമുക്കൊന്ന് വളഞ്ഞു കൊടുത്താൽ മതി, കൊടയുടെ താഴത്തെ പിടി ഭാഗം പോലെ. പിന്നീട് എന്താ ചെയ്യണം? മുകളിൽ ഒരു കുത്തും കൂടിയും കൊടുക്കുക. ലെറ്റർ ജെ. സ്മോൾ ലെറ്റർ ജെ.
വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പഠിക്കാം. ബൈ.